വെരി ഗുഡ്. ഓക്കെ, നമ്മൾക്കൊന്ന് അതൊന്ന് എഴുതി നോക്കാം അല്ലേ. ടേക്ക് യുവർ നോട്ട്ബുക്ക്. ഒരാളെ മിസ് ആവരുത്, എല്ലാവരും എഴുതിയിട്ടുണ്ടാണ്. മിസ്സിന്റെ കൂടെ തന്നെ എഴുതുക, സ്പെഷ്യൽ ടൈം തരില്ല കേട്ടോ. നോട്ടിന്റെ ഇടത് സൈഡിൽ നിന്നാണ് എഴുതാൻ തുടങ്ങേണ്ടത്, വലത് സൈഡിൽ നിന്നല്ല. ആർ റെഡി? ഫസ്റ്റ് ലെറ്റർ ഏതാ? ഫസ്റ്റ് ലെറ്റർ ഏതായിരുന്നു മിസ് പറഞ്ഞത്? അലിഫ്. അലിഫ് എഴുതിയോ? മിസ്സിന്റെ കൂടെ തന്നെ എഴുതണേ. ബാ third letter ta. Fourth letter sa. ഇത് കുത്താണ് കേട്ടോ. അലീഫ്. ബാ sa. Jim. Next. Jim. Ha. Kha. Dal. Zal. Ra. Sa. Sin. Sin. Shin. Sad. Lad. Ta. മിസ് എഴുതി കഴിയാൻ നിൽക്കണ്ട, മിസ്സിന്റെ കൂടെ തന്നെ എഴുതിക്കോണേ. മിസ്സേ എല്ലാം എഴുതി കഴിഞ്ഞു. Kaf.
മിസ്സിന് മൗസ് വെച്ചിട്ട് എഴുതാൻ കഴിയുന്നില്ല മക്കളെ. ലാമ്, നെക്സ്റ്റ് മീമ്, നൂൻ, ഹ, വാവ്, യാ. നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ലാസ്റ്റ് ലെറ്റർ ഏതാ? സെഡ് അല്ലേ? അതുപോലെ അറബിക്കില് ലാസ്റ്റ് ലെറ്റർ യാ. 28 ലെറ്റേഴ്സ് ഇല്ലേ നോക്കിയേ. ആർക്കെങ്കിലും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഈ ലെറ്റേഴ്സ് മിസ് നിങ്ങളുടെ ക്ലാസ്സിലോട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾ എഴുതിയത് ഇതുപോലെയാണോ എന്നുള്ളത് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, ഓക്കെ. എഴുതിയില്ല എല്ലാരും? ആർ യു ഫിനിഷ്? ഓക്കെ, ഓക്കെ. ഇന്ന് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ലെറ്റർ ഏതായിരുന്നു? ഇന്ന് നമ്മൾ എഴുതിയ ആൽഫബറ്റ്സിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്ത ലെറ്റർ ഏതായിരുന്നു? ആര് പറയും? ലെറ്റർ സാല് അല്ലെ? ലെറ്റർ സാലാണ് നമ്മൾ കവർ ചെയ്തത്, പഠിച്ചു കഴിഞ്ഞത് അല്ലെ? ഏതൊക്കെ മക്കളായിരുന്നു? സിറാഉൻ, സനബുൻ, സുറത്തുൻ. പഠിച്ചത് ഓർമ്മയില്ലേ? സനബിന്റെ പാഠം പഠിച്ചത് ഓർമ്മയില്ലേ? അപ്പൊ നമ്മൾ എത്രാമത്തെ ലെറ്ററാ? നിങ്ങൾ എഴുതിയുന്ന ആ ലെറ്ററിന് സർക്കിൾ ചെയ്ത് കൊടുത്തേ. ഫസ്റ്റ് ലെറ്റർ അലിഫ് നമ്മൾ പഠിച്ചു, സർക്കിൾ. ബാ പഠിച്ചു, താ പഠിച്ചു, സാ പഠിച്ചു, ജീം, ഹാ, ഖാ, ദാൽ, സാൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സാൽ ആയിരുന്നു. നോക്ക്, ഇവിടെ നോക്ക്. ഈ ലെറ്ററിലെ ഏതാ? അലിഫ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ആ എന്ന പാഠത്തില് പഠിച്ചു. ബാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ബാ പഠിച്ചു. താ കവർ ചെയ്തു, സാ കവർ ചെയ്തു, ജീം കവർ ചെയ്ത് കഴിഞ്ഞു. ഹബിലിന്റെ പാഠത്തില് ഹാ കവർ ചെയ്തു. നെക്സ്റ്റ് ഹാ പഠിച്ചു, ദാല് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സാൽ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ലെറ്റർ പഠിച്ചു? സാൽ. ടുഡേ വി വിൽ സ്റ്റഡി അബൌട്ട് ലെറ്റർ റാ.
ലെറ്റർ റാ. ഏതാ? ലെറ്റർ റാ. ടുഡേ we will study about letter റാ. say all of you റാ. റാ. ഈ ലെറ്റേഴ്സ് എല്ലാം ഒന്ന് മിസ് പറഞ്ഞു തരാം. മിസ്സിന്റെ കൂടെ പറയണേ. ഫസ്റ്റ് ലെറ്റർ അലീഫ്. say loudly alif, ba, ta, sa, jim, ha, kha, dal, zal, ra, za, sin, shin, swad, lad, ta, la, ain, ain, fa, qaf, kaf, lam, mim, nun, ha, vav, ya. ഇങ്ങനെയാണ് 28 ലെറ്റേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ റാ. say all of you ലെറ്റർ റാ. ഓൾറെഡി നമ്മൾ എത്ര ലെറ്റർ പഠിച്ചിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9. ഇന്ന് നമ്മൾ 10ാമത്തെ ലെറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? അലീഫ്, ബാ, താ, സാ, ജീം, ഹാ, ഖാ, ദാൽ, സാൽ. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. അലീഫ്, ബാ, താ, സാ, ജീം, ഹാ, ഖാ, ദാൽ, സാൽ, റാ. പറഞ്ഞു നോക്കുന്നു ഒന്ന്. വൺ ടൈം കൂടെ മിസ് പറഞ്ഞുതരാം. അലീഫ്, ബാ, താ, സാ, ജീം, ഹാ, ഖാ, ദാൽ, സാൽ, റാ. ഇതാണ് 10 ലെറ്റേഴ്സ് വരുന്നത്. ഒന്നുകൂടെ. എന്റെ ഹെവനെ, നീ വായ പൊളക്കല്ലടാ, മിസ്സിന് വരും. ചായ കുടിച്ചില്ലായിരുന്നോ? വൺ ടൈം കൂടെ. ബോറടിക്കുന്നുണ്ടോ? ഏതാ? ആർക്കാ ബോറടിക്കുന്നേ? വസുദേവിനോ? വീഡിയോ ഓഫ് ചെയ്തിട്ട് നിനക്ക് ബോറടിയാ? നീ അവിടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടെ എന്താ കളിക്കുന്നത് ഇപ്പൊ ആയിരിക്കറിയാം. നീ അവിടെ ഉണ്ടോന്ന് മിസ്സിന് എങ്ങനെ അറിയാം? വീഡിയോ ക്ലിയർ ഇല്ലാന്ന് പറഞ്ഞ് നീ അവിടെ ഓൺ വെച്ചിട്ട് പോന്നാന്ന് ആയിരിക്കും അറിയാം. വരുന്നുണ്ട് കേട്ടോ വീട്ടിലോട്ട്. നിന്റെ ബുക്കൊക്കെ ക്ലിയർ ആണോ എന്ന് എനിക്ക് നോക്കണം, കംപ്ലീറ്റ് ആണോ എന്നുള്ളത്. ആഹാ, എക്സാമിൽ അറബി വരുമോ? ഇല്ലല്ലോ. ഫൈനൽ എക്സാമിന് അറബിക്ക് വേണ്ടിട്ട് ഒരു ടെസ്റ്റ് ഇടും. എക്സാമിൽ അറബി ഉണ്ടാ? ഇനി വേണ്ടേ? കുഴപ്പമില്ല, കാണുന്നൊന്നുമില്ല. എന്റെ അഭിപ്രായം വേണമെന്നാണ്. അത് പോട്ടെ, ഈ ഇത്രയും പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ലെറ്റേഴ്സിന്റെ പേര് പറയാൻ പറ്റുമോ നിനക്ക്? ഫസ്റ്റ് ലെറ്റർ ഏതാ? വസുദേവ്. ഓക്കെ, വസുദേവ് മുങ്ങി. 28 ലെറ്റേഴ്സ് ആണ് അറബിക് ആൽഫബറ്റ്സിലുള്ളത്. ഹെവൻ അത് ഓക്കെയാണോ? ഓക്കെ, 28 ലെറ്റേഴ്സ്. നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26. 26.
അറബിക് ആൽഫബറ്റ്സിൽ 28 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അതില് നമ്മൾ ഓൾറെഡി ഇപ്പോ 10 ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. 9 ലെറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു, അതിന്റെ വാക്കുകളും പഠിച്ചു. ഇന്ന് പഠിച്ചത് ലെറ്റർ റ ആണ്, 10ാമത്തെ ലെറ്റർ. അറബിക്ക് ഫസ്റ്റ് ലെറ്റർ അലിഫ്. സേ ഓൾ ഓഫ് യു. അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, ഹ, ദാൽ, സാൽ, റ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാണ്? ടീച്ചർ ബ്ലൂ കളറിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? റ, ലെറ്റർ റ. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ഓൾ ഓഫ് യു, പേജ് നമ്പർ 48. എടുത്തോ? യെസ്. ഓക്കെ, അവിടെ എന്ത് കാണുന്നുണ്ട് നിങ്ങള്? ലെറ്റർ റ കാണുന്നുണ്ട് അല്ലെ? ഇത് ക്ലിയർ ചെയ്യാണ് മിസ്. അവിടെ ലെറ്റർ റ കാണുന്നുണ്ട്, യെല്ലോ ബോക്സിനകത്ത് ലെറ്റർ റ കാണുന്നില്ലേ? ഓക്കെ, ലെറ്റർ റ, ലെറ്റർ റ. എന്താ? റ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ. റ എന്ന ലെറ്ററിന് മിസ് ഫതഹും കസറും ഇട്ട് കൊടുക്കുകയാണ്. റ എന്ന ലെറ്ററിന് മുകളിൽ വരിയിട്ട് എന്താ വായിക്കുന്നേ? റ എന്ന ലെറ്ററിന് മുകളിൽ വരിയിട്ട് എന്താ വായിക്കുക? റ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റ. ഇതെന്താ വായിക്കുന്നേ? റീ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ വായിക്കുന്നേ? റു. ഇനി നോക്കിക്കോ, ഡബിൾ വരയിട്ട് കൊടുക്കാണ്. ഇതാരാ പറയുന്നത് നോക്കട്ടെ. റൺ. റൺ. വെരി ഗുഡ്. എന്റെ മക്കളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടോ മിസ്സിന്? ഇന്ന് നിങ്ങളെ ക്ലാസ് കിട്ടിയാൽ മതി മിസ്സിന്, എത്രേ ആഗ്രഹമുള്ളൂ. ഒന്ന് കണ്ടിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് മിസ്സിന് നന്നായിട്ട്. നിങ്ങൾക്കില്ലേ? സ്കൂളിൽ വരാൻ ഇഷ്ടമില്ലേ? ഓക്കെ, നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. റൺ. ഇതെന്താ? റിൻ. അപ്പൊ ഇതെന്തായിരിക്കും? ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഇനി അവിടെ 3 പിക്ചർ ഉണ്ട്. ഏതാ? പൊമഗ്രനേറ്റ് ഉണ്ട്, ഫ്ലാഗ് ഉണ്ട്, അവിടെ എന്താ? ശ്രിമ്പ് ഉണ്ട് അല്ലെ? ചെമ്മീൻ ഉണ്ട്. ഓക്കെ, അതില് റ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ഏതാണ്? റ. വാക്ക് പറയുന്നില്ലെങ്കിൽ ആ പിക്ചർ ഏതാന്ന് പറഞ്ഞാൽ മതി മിസ്സിന്. പിക്ചർ ഏതാന്ന് പറഞ്ഞാൽ മതി. ഫ്ലാഗ്. ഫ്ലാഗ്. വെരി ഗുഡ്. മിസ് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഏതൊരു അക്ഷരത്തിന്റെ കൂടെ ഇപ്പൊ റ അല്ലേ, അക്ഷരത്തിന്റെ കൂടെ അലിഫ് ചേർത്ത് കൊടുത്താൽ അത് നീട്ടി, അതായത് ദീർഘത്തിന് പകരാണ് നമ്മുടെ അറബിയിലെ അലിഫ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്ത് വായിക്കണം? റാന്ന് വായിക്കണം. അലിഫ് ചേർത്താൽ എന്ത് വായിക്കണം മക്കളെ?
റാ. ഇപ്പൊ നോക്ക്, ഇവിടെ മിസ് ബാ എന്ന അക്ഷരം ഇവിടെ ബാ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിട്ടുണ്ട്? ബാ. ബാന്റെ കൂടെ ഞാൻ എന്താ ചെയ്യുന്നേ? അലിഫ് ചേർത്ത് കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ മുട്ടിയിട്ട് അലിഫ് ചേർത്ത് കൊടുത്താൽ ഇതെന്ത് വായിക്കും? വെരി ഗുഡ്. നെക്സ്റ്റ് മിസ് ഇവിടെ താ എഴുതാൻ പോവാണ്. താ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ മിസ് എന്താ? അലിഫ് ചേർത്ത് കൊടുക്കുന്നു. എന്താ വായിക്കുന്നത് ഇപ്പോ? താ. അപ്പോ അറബിയില് ഫതഹ് വരുന്ന പിന്നെ ലെറ്ററിന്റെ കൂടെ, അതായത് മുകളിൽ വര വരുന്ന ലെറ്ററിന്റെ കൂടെ അലിഫ് ചേർത്ത് കൊടുത്താൽ ദീർഘം ചേർത്ത് വായിക്കുക വേണ്ടത്. നെക്സ്റ്റ് കെസ്റ് വരുന്ന കെസ്റ്, അതായത് ഇവിടെ ശ്രദ്ധിക്കണേ, കെസ്റ് വരുന്ന വാക്കിന്റെ കൂടെ ഇതിപ്പോ റാക്കാണ് അലിഫ് ചേർത്തിട്ട് റാ എന്ന് വായിച്ചു. ഇനി ഇവിടെ റീ ആണെങ്കിൽ റീ എന്ന് വായിക്കണമെങ്കിൽ അവിടെ യാ ആണ് ചേർക്കുന്നത്. യാ ശ്രദ്ധിക്കണേ, നമ്മുടെ ലാസ്റ്റ് ലെറ്റർ ഇല്ലേ അറബിക് ആൽഫബറ്റ്സിലെ, അത് ചേർത്താലാണ് എന്ത് റീ എന്ന് വായിക്കുന്നത്. ഓക്കെ. ഇനി ഇവിടെ ടി എഴുതാണ് മിസ്. ടി കെസ്റ് ചേർക്കുന്ന അക്ഷരം, അതായത് താഴെ വരെ ഇട്ടിട്ട് അത് ദീർഘം നീട്ടി വായിക്കണമെങ്കിൽ അവിടെ അലിഫല്ല ഇടുന്നത്, യാ എന്ന ലെറ്റർ ആണ്. ഇതാ ഇതിപ്പോ തീന വായിക്ക. ഇനി മിസ് തീന എഴുതാൻ പോവാണ്. ഓക്കെ. കെസ്റ് താഴെ, അതായത് ഇഗാര ചിഹ്നം വരുമ്പോ അവിടെ ദീർഘം ചേർക്കണമെങ്കിൽ അലിഫല്ല ചേർക്കുന്നത്, എന്താ യാ ആണ് ചേർക്കുന്നത്. ഫതഹ്, അതായത് അഗാര ചിഹ്നം വരുന്നിടത്ത് ദീർഘം ചേർക്കാൻ നമ്മൾ അലിഫ് ചേർക്കും. ഓക്കെ. ഇതാണ് 3 എക്സാമ്പിൾ ഇവിടെ മിസ് തന്നിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ. അപ്പൊ അവിടെ റാ വരുന്ന വാക്ക് ഏതാ? ഫ്ലാഗിന്റെ വാക്കാണ്. അവിടെ റാ അല്ല, റാക്ക് ചേർത്തിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? റാക്ക് ചേർത്തിട്ട് എന്താ കൊടുത്തിട്ടുള്ളത് അവിടെ? അല്ല ശിഖ മോളെ, മോളെ 1ാം ക്ലാസ്സിലല്ലേ? എന്തിനാ ഇവിടെ കയറിയേ? ഇവിടെ 4, 4th, 5th, 6th, 7th ചേട്ടനും ചേട്ടായിമാരാ ഉള്ളത്, ചേച്ചിമാരൊക്കെ ഉള്ളത് ഇവിടെ. മോൾക്ക് 10:45 ക്ലാസ് ശിഖരാജിന്. ഏതായാലും കുഴപ്പമില്ല, ക്ലാസ് കയറിയില്ലേ, ഇന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഇനി മോള് ശ്രദ്ധിക്കണം, 10:45 മുതലാണ് ശിഖരാജിന് ക്ലാസ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ബോറടി ഇല്ലെങ്കിൽ ഇരുന്നോളൂ, ഇല്ലെങ്കിൽ 10:45 കയറിക്കോളൂ. അപ്പൊ മിസ് പറയുമ്പോ മോൾക്ക് ബുക്ക് ഇല്ലെങ്കിൽ അത് മനസ്സിലാവൂലേ? ശിഖരാജ് ഇതാ വലിയവരുടെ ബുക്കാ മിസ് പഠിപ്പിക്കുന്നത്, വലിയ ക്ലാസ്. ഓക്കെ. ഏതായാലും നമ്മുടെ ടൈം ഔട്ട് ആവാനായി. ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞുതരാം. റാന്റെ കൂടെ എന്ത് ചേർത്തിട്ടുണ്ട്? അവിടെ അലിഫ് ചേർത്തിട്ടുണ്ട് അല്ലെ? റാന്റെ കൂടെ എന്ത് ചേർത്തിട്ടുണ്ട് മക്കളെ? അലിഫ്. അപ്പൊ എന്താ വായിക്കേണ്ടത്? വെരി ഗുഡ്, റാ. അപ്പോ ഫ്ലാഗിന്റെ അറബിക് വേർഡ് ശ്രദ്ധിച്ചോളൂ. റായത്തുൻ, 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 റായത്തുൻ. ഓക്കെ. അശ്വിൻ, ഇന്ന് കുട്ടികൾ വളരെ കുറവാണല്ലോ. ഇന്ന് 11 പേരെ വന്നിട്ടുള്ളൂ ക്ലാസ്സിൽ. റായത്തുൻ, റായത്തുൻ. ഇന്ന് മിസ്സിനുള്ള സന്തോഷം എന്താണെന്നറിയോ? ഒരു ക്ലാസ്സിലും കയറാത്ത ഒരാൾ ഇന്ന് കയറിയിട്ടുണ്ട്. ആരാന്നറിയോ? അവരവർക്കറിയോ ആരാതെന്ന്? ഇല്ല. ഞാനാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ആർക്കോ ചിരി ഇങ്ങനെ വരുന്നുണ്ട്.
അടക്കി പിടിക്കുക. ആ വീഡിയോ ഓഫ് ചെയ്തല്ലേ? ചിരിച്ചോ? ഓക്കെ, അത് അവർക്ക് മനസ്സിലായി. അവര് ചിരിക്കാൻ വേണ്ടി വീഡിയോ ഓഫ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിടിയിട്ടില്ല ആരാന്ന്? ഓക്കെ, പറയണ്ട കേട്ടോ. അപ്പൊ ഫ്ലാഗിന്റെ അറബിക് വേർഡ് എന്താ? റായത്തുൻ. റായത്തുൻ. റാ എന്നുള്ള മനസ്സിലായില്ലേ? ആ ഒരു അക്ഷരം നിങ്ങൾക്ക് മനസ്സിലായി? അത്ര നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ലെറ്ററിനെ റെഡ് കളറിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട ലെറ്റർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. റെഡ് കളറിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. റായത്തിന്റെ റാ എന്ന വാക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അവിടെ നിങ്ങൾ ഒരു പൊമഗ്രനേറ്റ് കാണുന്നുണ്ട് അല്ലെ? അപ്പൊ ഫ്ലാഗിന്റെ അറബിക് വേർഡ് എല്ലാരും നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. റായത്തുൻ. എന്താ? റായത്തുൻ. നെക്സ്റ്റ് പൊമഗ്രനേറ്റ്. ഓക്കെ, പൊമഗ്രനേറ്റ്. റുമ്മാൻ. അനാർ അവിടെ കാണുന്നുണ്ടോ നിങ്ങള്? ഉറുമാമ്പഴം കാണുന്നുണ്ടോ? അനാർ കാണുന്നുണ്ടോ? ഓക്കെ, അവിടെ റാ ആണോ റീ ആണോ റൂ ആണോ ഫസ്റ്റ് ഉള്ളത്? റൂ ഉണ്ട് അല്ലേ? റൂ അല്ലേ? ഓക്കെ, അപ്പൊ പൊമഗ്രനേറ്റിന്റെ അറബിക് വേർഡ് റുമ്മാൻ. 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 പൊമഗ്രനേറ്റിന്റെ അറബിക് വേർഡ് റുമ്മാൻ. റുമ്മാൻ. പറഞ്ഞു നോക്കി എല്ലാവരും. റുമ്മാൻ. നമ്മൾ ഉറുമാൻ എന്ന് പറയുന്നില്ലേ? അത് ഊ ഒഴിവാക്കിട്ട് ഉമ്മാൻ എന്ന് പറഞ്ഞാൽ അറബിക് വേർഡ് കിട്ടും. ഓക്കെ, റുമ്മാൻ. നെക്സ്റ്റ്, അവിടെ ചെമ്മീൻ കാണുന്നുണ്ടോ? ശ്രിംപ്. ചെമ്മീൻ കാണുന്നുണ്ടോ മക്കളെ? ഓക്കെ, ചെമ്മീന്റെ അറബിക് വേർഡ് ഫസ്റ്റ് ലെറ്റർ എന്തായിരുന്നു അവിടെ? റുബിയാനുൻ. ആരാ അത് പറയാൻ ശ്രമിച്ചത്? വെരി ഗുഡ്. ഏതായാലും അക്ഷരം മനസ്സിലാകുന്നുണ്ട് അല്ലേ? അത് യാക്ക് ദീർഘം കൊടുത്തിട്ടുണ്ടോ നിങ്ങള്? യാ എന്ന ലെറ്ററിന് എവിടെ ദീർഘം കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ചെമ്മീൻ അതായത് ശ്രിംപിന്റെ അറബിക് വേർഡ് റുബിയാനുൻ. 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 ബാക്കി വേർഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇപ്പൊ ടൈം ഇല്ല, എന്തായാലും കവർ ചെയ്യാൻ പറ്റില്ല. ഈ 3 വേർഡുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റുബിയാനുൻ. റുബിയാനുൻ. ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം. ഫ്ലാഗിന്റെ അറബിക് വേർഡ് റായത്തുൻ. റായത്തുൻ. നെക്സ്റ്റ്, പൊമഗ്രനേറ്റ് ഉറുമാമ്പഴത്തിന്റെ അറബിക് വേർഡ് റുമ്മാൻ. റുമ്മാൻ. നെക്സ്റ്റ്, ചെമ്മീന്റെ അറബിക് വേർഡ് റുബ്യാനുൻ. 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 ഓക്കെ, റുബ്യാനുൻ. ഓക്കെ അല്ലേ? സായി കൃഷ്ണ ഉറപ്പ് വരുന്നുണ്ടല്ലോ മോനെ. നെക്സ്റ്റ് ക്ലാസ് എത്ര മണിക്കാ?
ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? മിസ് ഇന്ന് പഠിപ്പിച്ച ഭാഗം 10 ലെറ്റേഴ്സും എഴുതുകയും വായിക്കുകയും ചെയ്യാം. കാണാതെ എഴുതാൻ പഠിക്കാൻ ശ്രമിക്കാം. അലിഫ്, ബാഹ്, താഹ്, സാഹ്, ജീമ്, ഹാഹ്, ഹാഹ്, ദാല്, സാല്, റാ. ഓക്കെ, ഇത്രയും ലെറ്റർ എന്ത് ചെയ്യാം? കാണാതെ എഴുതാൻ പറ്റുന്നുണ്ടോ, അത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കാം. പിന്നെ റാല് തുടങ്ങുന്ന 3 വാക്കുകളും പഠിക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്ന് വന്നവര് അടുത്ത ക്ലാസ്സിന് വരാൻ ശ്രമിക്കുക. നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാം കേട്ടോ. വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും വേണമെന്ന് തോന്നൂല അല്ലേ? അതെനിക്ക് ഇഷ്ടമല്ല, അറബി എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പഠിക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഫുള്ള് അങ്ങനെ തന്നെ പോകും. പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെല്ലാം പഠിച്ചില്ലേ? ഒന്നും അറിയാതെ നിങ്ങൾ ഇപ്പൊ അറബി പഠിച്ചില്ലേ? അതെങ്ങനെയാ? പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആണ് അല്ലേ? നമുക്ക് താല്പര്യം, നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് സാധിക്കും അല്ലേ? ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? നല്ല കുട്ടികളാവാ, മുതിർന്നവർ പറയുന്ന അനുസരിക്കുക, നല്ല സ്വഭാവത്തിൽ വളരുക, മറ്റുള്ളവരെ സഹായിക്കാൻ പഠിക്കുക അല്ലെ? എന്തെങ്കിലും ഒരു ചെറിയ സഹായം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം അല്ലേ? അല്ലേ? ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ? മാതാപിതാക്കൾ പറയുന്ന അനുസരിക്ക, അവരെ വെറുപ്പിക്കരുത് കേട്ടോ, അവരെ ദേഷ്യം വരുത്തിക്കരുത്, നല്ല കുട്ടികളാണ്. അമ്മ അച്ഛനും പറയുന്നതൊക്കെ അനുസരിക്ക. നിങ്ങൾക്ക് നന്മ വരുന്നത് മാത്രമേ അവർ പറയുള്ളൂ അല്ലെ? നിങ്ങൾക്ക് മോശം വരുന്ന എന്തെങ്കിലും അവർ പറയോ? ഇല്ല. ഓക്കെ, അവരോട് കയർത്ത് സംസാരിക്കരുത്, ശബ്ദം ഉയർത്തി സംസാരിക്കരുത്, നല്ല മക്കളാവാം. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മിസ്സിനെയും കൂടി ഉൾപ്പെടുത്താം കേട്ടോ. മിസ്സിനും കൂടെ പ്രാർത്ഥിക്കുന്നില്ല എല്ലാവരും? ഓക്കെ, മറക്കരുത്. ഓക്കെ അല്ലേ? ഓക്കെ, ടാറ്റ.